അപ്പോൾ ഇതാ 2025 ഞങ്ങൾക്ക് ഇവിടെ ആവുന്നേ ഉള്ളൂ. നാട്ടിലൊക്കെ ആയി. ഇവിടെ ഇപ്പോൾ സമയം എത്രയായി? 11:30 ആയി. അപ്പം ഞങ്ങൾ ഇവിടെ കോർണിഷിൽ ഫയർ വർക്ക്സ് ഉണ്ട്, ന്യൂ ഇയർ ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോവാണ്. സമയം കുറച്ച് വൈകി, ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം പോവാൻ. സോ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. ഹാപ്പി ന്യൂ ഇയർ. ഇതാ ശങ്കുമ്മ ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. സോ നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ പോവുകയാണ് ഗായ്സ്. അവിടെ എത്തിക്കഴിഞ്ഞ ഭാഗ്യം ഗായ്സ്. അതെ, നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ലിഫ്റ്റ് വന്നു. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കുറച്ച് നേരത്തെ നമുക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, നമുക്ക് എല്ലായിടത്തും ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാലേ ആ ഒരു തൃപ്തി വരുള്ളൂ. ലേറ്റായിട്ട് വേണമെങ്കിൽ ലേറ്റായിട്ട് നമ്മളിങ്ങനെ ഓടണം, എന്നാലേ നമുക്കൊരു സമാധാനമാണ്. അതിപ്പോൾ സിനിമയ്ക്കാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നതാണെങ്കിലും നേരത്തെ പോയിട്ടുള്ള ചരിത്രം നമുക്കില്ല. ശ്വാസം മുട്ടുന്നില്ല. പിന്നെ അധികം തിരക്കൊന്നുമില്ല എന്നുവെച്ചാൽ വണ്ടിക്ക് ഓടാൻ പറ്റില്ല. വണ്ടിയെല്ലാം റോഡെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് ഏത് വഴി വേണമെങ്കിലും നമുക്ക് തോന്നിയ പോലെ ഇറങ്ങി നടക്കാം. ഓടല്ലേ, ഞാനും ഉണ്ട്. പാവൻ്റെ കുട്ടീനെ റാഷ് ഡ്രൈവ് ചെയ്ത് ഇവൻ കൊന്നോണ്ടിരിക്കുക. അതാണെങ്കിൽ പിടിച്ചിരിക്കുക. ഈട് വിജനമാം റോഡുകൾ. അപ്പോൾ നമ്മൾ നടന്ന് കോർണിഷിൻ്റെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഇതേപോലെ ആൾക്കാർ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് തിരക്കായിരുന്നു. വണ്ടിയും കാര്യങ്ങളൊന്നും ആ സൈഡിൽ പോകുന്നുണ്ടായിരുന്നില്ല, ഫുൾ ബ്ലോക്കായിട്ട്. അപ്പം നമ്മൾ ഇതേപോലെ തിരക്കിൽ നടന്നിട്ട് അവിടെ എത്തി. പക്ഷെ നമുക്ക് അങ്ങനെ വെടിക്കെട്ട് തൊട്ടടുത്ത് നിന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ബാക്കിലായിരുന്നു. കാരണം അത്രയും കുറച്ച് നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, കുറേ അടുത്തായിട്ട്. അപ്പം നമ്മൾ പക്ഷേ എവിടെന്നെങ്കിലും നിന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒരു കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോയി നിന്നത്. ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെ കേട്ടോ, കുറേ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചെയറൊക്കെ കൊടുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ടൈമും കൂടിയായിരുന്നു അത്. എൻ്റെ ഇടയിൽ അമ്പാളുവിന് പ്രാന്തിളകുന്നുണ്ട് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് കിട്ടാൻ സാധനം പൊട്ടുന്നതാണ്. അത് വേണ്ടായിരുന്നു.
യെസ്, അങ്ങനെ ഇതാ 2025 ആയി. എല്ലാവരും 2024 ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാക്കലായിരുന്നു കേട്ടോ, ഹാപ്പി ന്യൂ ഇയർ വിഷസൊക്കെ പറഞ്ഞിട്ട്. പടക്കം പൊട്ടറ് കാണാൻ വന്ന ഒരുപോലത്തെ ഡ്രസ് ഇട്ടാ പിന്നെ നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വലിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്ന ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ സംഭവം നമ്മൾ ഓടിപ്പിടഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ആ ഒരു വലിയ ജാക്കറ്റൊക്കെ മാറ്റി ചെറിയ ജാക്കറ്റ് എടുത്തിട്ടു. അങ്ങനെ ഫയർ വർക്ക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പോയത്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പോകാൻ വിചാരിച്ചു. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നലിൻ്റെ സമയത്ത് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുടെ തിരക്കാട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പാർക്കിലൂടെ നടന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ചന്തുവിൻ്റെ അനിയത്തിയും ഏട്ടനും മോനും ഒക്കെ ഉണ്ടായിരുന്നു, ചിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഇതേപോലെ പാർക്കിലൂടെ ഒക്കെ നടന്ന് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കളിച്ചിട്ടൊക്കെയാണ് പോയെന്ന് പറയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഉണ്ടാപ്പോ സ്റ്റോളറിൽ ഇരുന്ന് ഉണ്ടാപ്പോ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വെള്ളം അത് കേട്ടില്ല, കൊച്ചുള്ളി ചിക്കൻ, കൊച്ചു കള്ളി ചിക്കൻ. ഇത് ഞങ്ങൾ മോർണിംഗ് എടുത്ത വീഡിയോ ആയിരുന്നു. ഞങ്ങൾ വെറുതെ വീട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാപ്പൂനായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാപ്പൂന് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞങ്ങൾ മൂന്നാളും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചാടുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കളിക്കുമ്പോൾ ഇവള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറയും, എന്നിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിന് പോവാണ്. ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇനോഗ്രേഷൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്ന ഉണ്ടാപ്പൂനാട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റമദ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഡോളർ ബിൽഡിങ്ങിലായിരുന്നു നമുക്ക് പോകേണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല കാറ്റും കാര്യങ്ങളായിരുന്നു. മുടിയൊക്കെ നോക്ക്, എങ്ങനെ മുടി കെട്ടി ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. കിഡൂസ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡേ കെയർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനാണ് നമ്മൾ പോയത്. അപ്പോൾ ഉണ്ടാപ്പൂ ഫസ്റ്റ് പോയിരുന്ന ഡേ കെയറിലെ ചേച്ചി ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഉണ്ടാപ്പൂൻ്റെ ഫേവറേറ്റ് ആൻറ്റിയാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ ഉണ്ടാപ്പൂനെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരണം, അമ്മൂസ് എന്നാണ് ആ ചേച്ചി വിളിക്കുക. അപ്പോൾ അമ്മൂസിനെ എന്തായാലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ഫസ്റ്റത്തെ ദിവസമല്ലേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാപ്പൂന് ആ കേക്ക് കിട്ടാഞ്ഞിട്ടുള്ള തിരക്കാണത്. പിന്നെ അവിടെ കുറേ കളിക്കേണ്ട കാര്യങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പിന്നെ അതിൽ ഫുൾ എൻഗേജ്ഡായി. കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ നമുക്കൊരു പ്ലേറ്റിലൊരു പീസ് എടുത്ത് തന്നു. അപ്പോൾ നമ്മളത് ഉണ്ടാപ്പൂന് കൊടുക്കുകയായിരുന്നു. സൈഡിൽ കൂടെ ഉണ്ടാപ്പൂൻ്റേതായ കളികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഈ സ്ലൈഡ് അവൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലൈഡ് കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ റെയിൻബോ കേക്കായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ സ്ലീപ്പിംഗ് റൂമാണ്. ചെറിയ ചെറിയ ബെഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ലീപ്പിംഗ് റൂമാണ്. ഫീഡിങ് റൂം, പ്ലേയിങ് റൂം, അങ്ങനെ എല്ലാം. പിന്നെ പ്രീ സ്കൂളിന് പറ്റിയ സ്റ്റഡി റൂമൊക്കെ ആയിട്ട് എല്ലാം സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കുട്ടീനായിട്ട് അവിടുത്തെ ബോർഡിൽ അവൾ എഴുതി കളിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവിടെ നിന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിലും ഇരുന്ന് ഉണ്ടാപ്പോൾ നല്ല കളിയായിരുന്നു. ആൾക്ക് മൊത്തത്തിൽ അവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ബാസ്ക്കറ്റിൽ നിറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അതിൽ ഇറങ്ങിയപ്പോൾ വേറെ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തിരിച്ചു കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് പോരാൻ നേരത്ത് ഭയങ്കര കളിയും കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഉണ്ടാപ്പൂന് വരാൻ തീരെ ഇഷ്ടമുണ്ടായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കൊടുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചൂടല്ലേ വിചാരിച്ച് ജാക്കറ്റൊന്നും എടുത്തില്ല. പക്ഷെ ഇന്നാണെങ്കിലോ പുറത്തൊടുക്കത്തെ കാറ്റായിരുന്നു. ഇതിന്റെ ഉള്ളിലടക്ക കാറ്റല്ലേ. നിക്ക് ഉണ്ടാപ്പോ അതാരാ കൈ എടുക്ക്.
ആരത്? അങ്ങനെ അതാ ചിന്നുമോളെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന ഉണ്ടാപ്പനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ലുലു പോയി. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ പോകുന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ റൂമിൻ്റെ താഴെയുള്ള ചായ സുട്ട കഫേ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ നമ്മളവിടെ എത്തി. അപ്പോൾ ഇടയ്ക്കത് ഉണ്ടാപ്പോൾ ഒരുമാതിരി കിളി പോയ പോലെ ഇങ്ങനെ കിടക്കൂട്ടാ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് കൊടുക്കും, അതിൻ്റെ ഇടയിൽ ഞെട്ടി എണീക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ എന്തോ വിജനമായ ആകാശത്ത് നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളും ഒക്കെ വന്നു. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ടീയും പിന്നെ ജിഞ്ചർ ടീയും ഡബിൾ മസാല മാഗി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വലിയ തിരക്കേടുണ്ടായിരുന്നില്ല, അത്ര വലിയ സൂപ്പറൊന്നും അല്ലായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചായ സുട്ട കഫേ എന്ന് പറഞ്ഞ ഷോപ്പ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചതാ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇതൊക്കെയുള്ളൂ അല്ലേ നമ്മുടെ ന്യൂ ഇയർ പരിപാടി. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഇന്നലത്തെ രാത്രിയിലത്തെ ഫയർ വർക്ക്സും ഇന്നത്തെ പരിപാടികളും എല്ലാം ചേർത്തിട്ട് ഒരു ചെറിയ വീഡിയോ. ദെൻ അങ്ങനെ 2025 തുടങ്ങി. യെസ്, തുടക്കത്തിൽ തന്നെ അല്ല, തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അതെന്താന്ന് പിന്നെ പറയാം. ഓക്കെ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1-ാം തീയതി തന്നെ നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണെന്നത് വഴിയെ പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. ബൈ.